ടാലിടെക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന വീഡിയോ GSTR1 HSN സമ്മറി വൈസ് എങ്ങനെ ഫയൽ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ 2021 മുതൽ HSN സമ്മറി ഫയൽ ചെയ്യണം എന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലോപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ടാലിയിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഫയൽ ചെയ്യാം. ചില ആൾക്കാർ ഇപ്പം നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ GST ചെയ്യുന്ന അക്കൗണ്ടന്റ്മാർ സ്റ്റോക്ക് വൈസ് ആയിരിക്കത്തില്ല ടാലിയിൽ എൻട്രി ചെയ്യുന്നത്. അവർ ജസ്റ്റ് ഇപ്പം സെയിൽസ് 5%, അല്ലെങ്കിൽ സെയിൽസ് 12%, സെയിൽസ് 18%, സെയിൽസ് 28%, ഇങ്ങനെ ഒരു ലെഡ്ജർ ഹെഡ്സ് കൊടുത്തായിരിക്കും അവരവരുടെ GST ഫയൽ ചെയ്യാനായിട്ട് ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് HSN സമ്മറി ടാലിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം GST പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫ്ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് HSN കൂടി ആഡ് ചെയ്ത് എങ്ങനെ GSTR1 സബ്മിറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആ GSTയുടെ ഒരു ഓഫ്ലൈൻ ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഗൂഗിളിലൊന്ന് പോവുക, അതിനകത്ത് GSTയുടെ വെബ്സൈറ്റിൽ പോവുക, ഇവിടെ ഡൗൺലോഡ്സിൽ വരിക, അതിൽ ഓഫ്ലൈൻ ടൂളിൽ വന്നിട്ട് റിട്ടേൺ ഓഫ്ലൈൻ ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണും. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൂള് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ടൂള് ജസ്റ്റ് എടുത്തൊന്ന് അൺസിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു GST ഓഫ്ലൈൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് അൺസിപ്പായിട്ട് ഈ ഒരു ഫോൾഡർ വരും. ഇതിനകത്ത് GST ഓഫ്ലൈൻ ടൂൾ .exe എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പിൽ ഇവിടെ ആയിട്ട് GST ഓഫ്ലൈൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐക്കണോട് കൂടിയിട്ടുള്ള ഓഫ്ലൈൻ ടൂളിൻ്റെ ടൂള് നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് GSTR1 ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അത് നമ്മൾ ആ GST ഓഫ്ലൈൻ ടൂൾ എന്നുള്ള ഫോൾഡറിനകത്ത് തന്നെ അതുണ്ടാവും. ഇതാണ് ആ ടൂള്. ജസ്റ്റ് ഇതിനകത്താണ് നമ്മൾ ടാലിയിൽ നിന്ന് ഒരു ഡേറ്റ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് GSTR1 ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ജസ്റ്റ് നമ്മുടെ ടാലി പോവുക, നമ്മുടെ ഏത് കമ്പനിയാണോ അതിൽ പോവുക, അതിൽ ഡിസ്പ്ലേയിൽ GST റിപ്പോർട്ട്സിൽ GSTR1 പോവുക. എന്നിട്ട് നമ്മളിവിടെ പീരീഡ് മറക്കാതെ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 1/4/2021 ഇവിടെ കൊടുത്തിട്ടുണ്ട്, 30/4/2021 കൊടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് B2C മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് HSN സമ്മറി ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഇവിടെ താഴെ അത് വരുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു GST ഫയൽ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് സ്റ്റോക്ക് വൈസ് ഞാനിപ്പം ടാലിയിലോട്ട് എൻട്രി ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതുപോലെ സെയിൽസ് 18%, CGST9, SGST9 ഈ ഒരു രീതിയിലാണ് ഞാൻ എൻട്രി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് വൈസ് അല്ല ഇതിനകത്ത് സെയിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ഏറ്റവും ഉപകാരപ്പെടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമുക്കിവിടെ പീരീഡ് കൊടുത്ത് നമ്മുടെ ഏത് മാസമാണെന്ന് എടുത്തല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റിട്ടേണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഫയൽ ഫോർമാറ്റ് മറക്കാതെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് തന്നെ കൊടുക്കുക. ശേഷം നമ്മുടെ എക്സ്പോർട്ട് ഫോൾഡർ പാത്ത് ഏതാണോ അത് ഓട്ടോമാറ്റിക് വരും. അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് വിട്ടാൽ മതി. ഫയൽ നെയിമും വരും. എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ് സമ്മറി എസ് കൊടുക്കുക. ജസ്റ്റ് ഇനി സെൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫയൽ എക്സലായിട്ട് ജനറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ആ ഒരു ഫോൾഡറിൽ പോയിട്ട് അതിനെ ഞാനൊന്ന് എനിക്ക് വേണ്ട ഫോൾഡറിലോട്ട് ഞാനിതിപ്പം മാറ്റുകയാണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഏത് കമ്പനിയുടെയാണ് ചെയ്യുന്നത് അവരെ ഫോൾഡറിലോട്ട് ഞാൻ മാറ്റുകയാണ് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഞാൻ ആ ഒരു GST ടൂൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ കിട്ടിയ എക്സൽ ടെംപ്ലേറ്റ് ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് ഈ പറഞ്ഞ ടാലിയിൽ നിന്ന് കിട്ടിയ എക്സലിനകത്തുള്ള സെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ടൂൾ വഴിയിട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ടാലിയിൽ നിന്ന് നമ്മൾ എടുത്തില്ലേ അതൊന്ന് ഓപ്പൺ ആക്കുക.
ജസ്റ്റ് നമുക്കിതിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് ടാലിയിൽ നിന്ന് എടുത്തതാണ്. ഇതിനകത്ത് B2B ഇല്ല, B2C ലാർജ് ഇല്ല, B2C സ്മോൾ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതിനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ എക്സൽ ടെംപ്ലേറ്റിനകത്ത് കൊണ്ടുവന്ന് B2CS ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പം ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അത് സ്റ്റേറ്റ് വരെ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ടാലിയിൽ നിന്ന് കിട്ടിയ എക്സൻ അത് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഫീൽഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഷീറ്റിൽ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ എന്ന് നോക്കുക. HSNനും ഇതിലില്ല, കാരണം ഞാൻ HSN വൈസ് ടാലിക്കകത്ത് എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഈ ഡോക്യുമെൻറ്റ്, അപ്പോൾ ഡോക്യുമെൻറ്റ് നമുക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ആ ഒരു ടെംപ്ലേറ്റ്സിനകത്ത് കൊണ്ടുവന്നിട്ട് കൊടുക്കാം. ഡോക്യുമെൻറ്റിൽ വരിക, ഓക്കെ, അത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് വേണ്ട മെയിൻ സാധനം, നമ്മുടെ HSN കോഡ് നമുക്ക് ഈ ഒരു GSTR1 ടെംപ്ലേറ്റിനകത്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടാലിക്കകത്ത് നിന്ന് എടുത്തതിനകത്ത് നമ്മുടെ HSN കോഡ് ഇല്ല, അത് നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഞാനത് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിനെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത്, ഞാനിതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ടെംപ്ലേറ്റിനകത്തുള്ള ഫോർമാറ്റ് പ്രകാരമാണ്. അതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഞാനവിടെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ HSNൻ്റെ ടോട്ടൽ സമ്മറി ഇവിടെ 12 HSN ആണ്. അത് ഓട്ടോമാറ്റിക് വന്നു. അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, ടോട്ടൽ ടാക്സബിൾ വാല്യൂ വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് നമ്മുടെ എക്സലിൽ ഇപ്പോൾ ഞാനിത് HSN ക്രിയേറ്റ് ചെയ്ത് വെച്ചല്ലോ, ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സിന് നമ്മൾ വെറും NOS എന്ന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ബൈ ചാൻസ് നമ്മൾ NOS എന്ന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഈ ഒരു ഹൈഫൺ ഇട്ടിട്ട് നമ്പേഴ്സ് നമ്മൾ കൊടുക്കത്തില്ല. അപ്പോൾ വരാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത്. വേറെ ഒന്നുമില്ല, നമ്മളിതിനെ ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി നേരെ പേസ്റ്റ് ചെയ്ത് ഈ ഒരു ടെംപ്ലേറ്റിനകത്ത് കൊണ്ടുവന്നിടുമ്പോൾ ഇവിടെ ഈ UQC എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷേഴ്സ്, യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി, ആ ഒരു ഇതിനകത്ത് നമ്പേഴ്സ് എന്ന് മാത്രമേ കിടക്കത്തുള്ളൂ. ശരിക്കും അവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്, അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. നമ്പേഴ്സ് എങ്കിൽ നമ്പേഴ്സ് എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മറിച്ച് ഞാൻ കോപ്പി ചെയ്ത് കൊണ്ടിടുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്പേഴ്സ് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കോപ്പി ചെയ്ത് കണ്ടോ, ഇത് നമുക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അപ്ലോഡ് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിന്ന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് തന്നെ മാക്സിമം സെലക്ട് ചെയ്തിടാൻ നോക്കുക. അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിലുള്ള ശരിക്കുള്ള പേര് എന്താണോ അത് തന്നെ നിങ്ങളുടെ ആ ഒരു HSN നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഷീറ്റിനകത്ത് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് അപ്ലോഡായി പോകത്തില്ല. ടൂള് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് GSTR1 ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യാൻ നേരത്ത് എറർ എന്തായാലും കാണിക്കും. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ടൂളിനകത്തെല്ലാം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ടോട്ടൽ ടാക്സബിൾ വാല്യൂ നമുക്കൊന്ന് നോക്കാം. ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. 1,07,367 CGST STST ഒക്കെ അത് തന്നെയാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിനെ ഒന്ന് സേവ് ചെയ്യുക. നമ്മുടെ ടെംപ്ലേറ്റ് ഒന്ന് സേവ് ചെയ്യുക. ഞാൻ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം വേണ്ട ഷീറ്റുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ കണ്ടതാണ്. അതിനുശേഷം ഞാനിതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇത് നമ്മൾ HSNൻ്റെ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ്, അതും ഓപ്പൺ ആക്കി വെക്കണമെന്നില്ല. ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനു മുമ്പേ നമ്മുടെ ക്ലയൻറ്റിൻ്റെ GST നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. അത് ആ ടൂളിനകത്ത് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഞാനൊന്ന് ടാലി മിനിമൈസ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഒരു യെല്ലോ കളറിൽ കിടക്കുന്ന GST ഓഫ്ലൈൻ ടൂൾ, അതൊന്ന് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഇനി വരുന്ന ഈ ഒരു ടൂളിനകത്ത് നിങ്ങൾ അപ്ലോഡ് ന്യൂ ഇൻവോയ്സ് അതർ ഡേറ്റ ഫോർ റിട്ടേൺ ഇതിലൊന്ന് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഈ ഒരു ഫീൽഡിൽ GSTR1 നമ്മൾ GSTR1 തന്നെയാണ്. ഇനി GST ഓഫ് സപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മുടെയാണ്, നമ്മൾ ആരുടെ റിട്ടേൺ ആണോ ഫയൽ ചെയ്യാൻ പോകുന്നത് അവരുടെ GST നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് ടാലിക്കകത്തുനിന്ന് കോപ്പി ചെയ്തെടുത്തത്. ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്തു. ഇനി ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. ഏത് പീരീഡാണ് ടാക്സ് പീരീഡ് എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഏപ്രിലാണ് ചെയ്യുന്നത്.
ഇനി ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ടാക്സ് പെയർ ആണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അല്ല, നോയാണ്. എൻ്റെ ക്ലയൻറ്റ് നോയാണ്. നിങ്ങളുടേത് എന്താണോ നിങ്ങളത് കൊടുക്കുക. ഇനി ഈസ് ടാക്സ് പെയർ ക്വാർട്ടർലി ഫയൽ ആണോ? അല്ല, അത് ഞാൻ മന്ത്ലി ഫയൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ നോ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഒരു വാണിംഗ് കാണിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് എസ് കൊടുത്താൽ മതി. ഇനി ഈ വരുന്ന ഒരു സ്ക്രീനിൽ ഇമ്പോർട്ട് ഫയൽസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം വീണ്ടും വേറൊരു സ്ക്രീൻ വരും. ഇതിനകത്ത് ഇമ്പോർട്ട് എക്സൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു ടൂളിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തത് എവിടെയാണോ ജസ്റ്റ് അവിടെ പോയി ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യും. രാജൻ ട്രേഡിങ്ങിൽ ഏപ്രിലിനകത്താണ് ഞാനത് GSTR1 എക്സൽ ടെംപ്ലേറ്റ് എന്നുള്ളത് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാർണിംഗ് കാണിക്കും. ആർ യു ഷുവർ യു വാണ്ട് ടു സേവ് ഡാറ്റ? അത് എസ് കൊടുക്കുക. എസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇമ്പോർട്ട് ഈസ് ബീങ് പ്രോസസ്ഡ്, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഡാറ്റ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ആവുന്നതാണ്. എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ ഈ ഒരു ടൂൾ തന്നെ നമുക്ക് ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കത് കാണിച്ചു തരും. ഓക്കെ, ഇപ്പോൾ അത് സക്സസ് റിട്ടേൺ ഡീറ്റെയിൽസ് ആരുടെ എന്ന് പറഞ്ഞ് കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തൊരു എററും ഇല്ല. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ എന്താണെന്നുള്ളത് ഒന്ന് പോപ്പുലേറ്റ് ചെയ്ത് അവരിവിടെ കാണിച്ചു തരുമായിരുന്നു. നിലവിൽ എറർ ഒന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒരു വ്യൂ സമ്മറി കൊടുക്കുക. വ്യൂ സമ്മറി കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ B2C സ്മാളിനകത്ത് ടോട്ടൽ ടാക്സ് ഇത്രയാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ടാലിയിൽ ഉള്ളതും. അതുകൊണ്ട് HSN സമ്മറി വൈസ് കൊടുത്തതിൽ 12 HSN ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ടാക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് എന്താണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ നമ്മളെ ടൂളിനകത്തുള്ള ഒരു ഡെസിമൽ പോയിൻ്റൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എന്താണ് റീസൺ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു ആ ഡെസിമൽ പോയിൻറ്റിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഏതാണോ ശരിയായിട്ടുള്ളത് അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഇത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ആയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ B2Cയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് അവരിവിടെ കാണിച്ചു തരും. കണ്ടോ, ആ ഒരു HSN അല്ല, ആ ഒരു B2Cക്കകത്ത് നമ്മൾ 18% കൊടുത്തിരിക്കുന്ന ടാക്സബിൾ വാല്യൂ, അതിൻ്റെ ടാക്സ് എമൗണ്ട് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ HSN വൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HSN വൈസുള്ള ഡീറ്റെയിൽസ്, നമ്മൾ ആ എക്സലിൽ കൊടുത്ത ഡീറ്റെയിൽസ് എന്താണോ അത് ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ആ ഒരു പൈസയുടെ വ്യത്യാസം ഏതിലാണ് വന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡെസിമൽ പോയിൻറ്റ് 3 പൈസ കൂടിയിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, അത് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമ്മളത് നോക്കണ്ട. ജസ്റ്റ് ഒന്ന് വലിയ വ്യത്യാസമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു ചെറിയ 3 പൈസയുടെ വ്യത്യാസമേ ഉള്ളൂ. അത് നമുക്ക് ഓൺലൈനിൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കാം. അടുത്ത് ജനറേറ്റ് ഫയൽ കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ഫയൽ കൊടുക്കുമ്പോൾ ഇത് വരും, ഫോളോയിങ് ഫയൽസ് ഹാവ് ബീൻ ജനറേറ്റഡ്, ക്ലിക്ക് ഓൺ ദി ലിങ്ക് ടു ഡൗൺലോഡ്. നമ്മളിത് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആകും. എന്നിട്ട് സേവ് ഓപ്ഷൻ ചോദിക്കും. സേവ് ചെയ്ത് നമ്മുടെ ഫോൾഡറിൽ ഏതാണോ ആ ഫോൾഡർ കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഫോൾഡറിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. സേവ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഇനി നമ്മുടെ ക്ലയൻറ്റിൻ്റെ GST ഒന്ന് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് റിട്ടേൺ ഡാഷ്ബോർഡിൽ പോയതിനു ശേഷം ഇവിടെ ഏപ്രിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രിപ്പയർ ഓഫ്ലൈനിന് ഒന്ന് കൊടുക്കാം. എന്നിട്ട് ഇൻവോയ്സ് അപ്ലോഡ്, ചൂസ് ഫയൽ കൊടുക്കാം. ചൂസ് ഫയലിൽ നമ്മുടെ ആ ഒരു ഫോൾഡർ ഏതാണോ നമ്മളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് അടക്കുന്നുണ്ട്, റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. കണ്ടോ, ഓപ്പൺ കൊടുത്തപ്പോൾ ഇവിടെ പ്രോസസ്ഡ് ആയി. ഇനി നമുക്കിവിടെ എറർ വരാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HSNൽ ആ ഒരു നമ്പേഴ്സ് NOS ഹൈഫൺ നമ്പേഴ്സ് എന്നാണ് അവരുടെ ഡാറ്റ സ്കീമയിൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾ വെറും NOS എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സൽ അടിച്ച് കൂട്ടിയിട്ട് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് സെയിം എറർ നമുക്ക് കാണിക്കും. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇനി നമുക്കത് നമ്മുടെ റിട്ടേണിനകത്ത് പോയിട്ട് എങ്ങനെയാണത് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അതിൻ്റെ സമ്മറി ഒന്ന് നമുക്ക് നോക്കാം.
generate GSTR1 summary. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്തത് ഇതിനകത്ത് വന്നിട്ടുണ്ട്, പ്രോസസ്സായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. B2C ഞാൻ ടാലിയിൽ നോക്കട്ടെ. അത് 18% ആണ്. 18%ൽ നമ്മൾ അതിനകത്ത് എക്സലിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനിയുള്ളത് ഇൻവോയ്സിൻ്റെതാണ്. ഇൻവോയ്സ് 97 ഇൻവോയ്സ് ആണ്. അതും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയുള്ളത് HSN ആണ്. 12 HSN ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്താണ് നമുക്കൊരു ചെറിയ വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടത്. ഒരു പൈസയുടെ വ്യത്യാസമാണ്, ഡെസിമൽ വരുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഞാൻ കൂടുതലും ചെയ്യുന്നത് GST, ടാലി, അക്കൗണ്ട്സ്, ഇൻകം ടാക്സ് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ്. എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടന്റിന് ജനറലായിട്ട് വേണ്ട നോളജ് ലഭിക്കുന്ന വീഡിയോസൊക്കെ എൻ്റെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു.